സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഏറ്റവും വലിയ തിരുനാളിൽ എത്തി. ഒരുപാട് തിരുനാളുകൾ നമുക്കുണ്ടല്ലോ, അല്ലേ? ഒരു വർഷത്തിന് ആരം വന്നിട്ട് അവസാനം വരെ എണ്ണിയ തീരാ അത്ര തിരുനാളുകളുണ്ട്. ചില ദേവാലയങ്ങളിലാണെങ്കിൽ എല്ലാ ആഴ്ചയിലും തിരുനാളാണ്. ഇപ്പം തിരുനാളിൻ്റെ എന്താ പറയുന്നത്, ഭയങ്കര ശൃംഖല നമുക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ തിരുനാൾ ഏതാണ്? അതാണ് ഉയർപ്പ് തിരുനാൾ. ഉയർപ്പ് തിരുനാൾ ഇല്ലെങ്കിൽ പിന്നെ ഒരു തിരുനാളും ഇല്ല. ഈശോമിശിഹായെ കേന്ദ്രീകരിക്കുക ഏറ്റവും പ്രധാന തിരുനാൾ. അത് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്, നമുക്കറിയാവുന്നത്. കർത്താവ് തിരുനാൾ കഴിഞ്ഞേ ഉള്ളൂ പിന്നെ അമ്മയുടെ തിരുനാളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ തിരുനാൾ ദിനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്ന ഉയർപ്പ് ഞായറാഴ്ച. കർത്താവ് ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം എന്ന പുസ്തകം പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉയർപ്പിനെ കുറിച്ച് സംശയിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാകും. അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ടാകണമെങ്കിൽ കൃപ വേണം സഹോദരങ്ങളെ. വിനയമുള്ള ഹൃദയത്തിലേക്ക് വരികയുണ്ട്. അത് നമ്മുടെ ബുദ്ധിക്കുള്ളിൽ കിട്ടുന്നതല്ല, യുക്തിക്കുള്ളിലും കിട്ടുന്നതല്ല. ഇത് ടെസ്റ്റ് ചെയ്ത് ലബോറട്ടറി പരീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ലത്. യുക്തിബോധത്തിൽ കിട്ടുന്നതല്ല. ഒരിക്കലും ഇസ്രായേൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൊണ്ടു നടന്ന് എല്ലാം പഠിപ്പിച്ച ഒരാൾ വളരെ ഭംഗിയായി ജെറൂസലേം യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു കൊണ്ടു നടത്ത്. ഞങ്ങളുടെ പ്രൊഫസറിൻ്റെ കൂടെ ഓരോ സ്ഥലത്തും കൊണ്ടുവന്നെല്ലാം പഠിപ്പിച്ച് ഭംഗിയാക്കി കൊണ്ടുവന്നുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ, വൈകുന്നേരത്തെ വരില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രൊഫസറിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞു ഈ മനുഷ്യൻ ഒരു യഹൂദനാണ് അപ്പോഴും. പക്ഷേ കണ്ടാലോ കേട്ടാലോ ഒക്കെ ഏതൊരു ക്രൈസ്തവ പ്രൊഫസറിനേക്കാളും ഭംഗിയായിട്ട് വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കാനും നല്ല ഭംഗിയായി ലീഡ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും കഴിയുകയാണ്. എല്ലാ തടാകത്തിനും മുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പറയുന്നത് ഇന്ന ഈ സ്ഥലത്ത് കറക്റ്റ് ഈ പോയിന്റിൽ വെച്ചാണ് ഇളക്കമുണ്ടായത്, കൊടുങ്കാറ്റുണ്ടായത്, കാറ്റടിച്ച് വെള്ളം ഇറങ്ങിയത്, ആ സംഭവമൊക്കെ പറഞ്ഞു. പാറ പൊത്തിയെന്ന് കഴിയുമ്പോൾ ഇവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ ബ്രെഡ് അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഇന്ന സ്ഥലത്തൊക്കെയാണ്. എമ്മാവൂസിലേക്ക് പോകുന്ന വഴിക്ക് എമ്മാവൂസ് ചെന്നപ്പോൾ ഇതാണ് സ്ഥലം, എമ്മാവൂസിൽ അവർ വീടിരുന്ന സ്ഥലം ഇതാണ്. ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ച ആൾ ക്രിസ്ത്യാനി അല്ലാന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആപ്പാടെ ഉതപ്പ് തോന്നി. ഇപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചകളിൽ ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. ഞാൻ തന്നെ ചോദിച്ച സാറേ ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ ഈസ് നോട്ട് എ ക്രിസ്ത്യൻ, സ്റ്റിൽ ഈസ് എ ജൂ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക, ഫാദർ, കൺവേർഷൻ ഈസ് നോട്ട് എ മാറ്റർ ഓഫ് നോളജ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഗ്രേസ്. അത് ഇന്നും മനസ്സിലിരിപ്പുണ്ട്. അതുകൊണ്ട് പുനരുത്ഥാനം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ഉൾക്കൊള്ളണമെങ്കിൽ ഗ്രേസ് വേണം, കൃപ വേണം. അല്ല നോളജ് അല്ലത്, നമ്മുടെ യുക്തിയും കൊണ്ട് തന്നെ കിട്ടുന്ന കാര്യമില്ലത്. അതേ സമയത്ത് ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമുണ്ടാകും, ജീസസ് ഇസ് അലൈവ് ആൻഡ് ഹീ ഈസ് സ്റ്റിൽ ദെയർ വിത്ത് മീ ആൻഡ് വിത്ത് യു. അവിടുന്ന് നടത്തുന്നു, വഴി നടത്തുന്നു, ഈ പ്രപഞ്ചത്തിലുണ്ട്, അവിടുത്തെ കരങ്ങളിലാണ് ഈ പ്രപഞ്ചം ഇരിക്കുന്നത്. അവിടുന്ന് എല്ലാത്തിനെയും കീഴടക്കിയവനാണ്. അവിടുത്തെ ഈശോയിലാണ് കൊളോസ്യക്കാരെ പറഞ്ഞാൽ അവനിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. പൗലോസ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിച്ചില്ലേ, എല്ലാ നാമത്തേക്ക് ഉപരി നാമം നൽകപ്പെട്ടു. കാരണം എന്താ? ദൈവത്തുള്ള സമാനത ബോധിക്കാതെ അവൻ മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി തന്നത്തിനെ താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി. അതുകൊണ്ട് എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം അവൻ നൽകപ്പെട്ടു. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്കാലുകളും, മുഴങ്കാൽ എന്ന് പറഞ്ഞാൽ പൗറ, എല്ലാ ശക്തികളും അവന് മുമ്പിൽ മുട്ടുമടക്കുകയും ഈശോ കർത്താവാകുന്നു എന്നും എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ എത്ര ശക്തമായ വചനമാണ്. എല്ലാ നാവുകളും ഏറ്റുപറയുമെന്ന് വോൾട്ടയർ ഒരിക്കൽ പറഞ്ഞു. എന്താ വേദപുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ദി നോട്ട് ടൈം ദിസ് ബുക്ക് വിൽ ബി കംപ്ലീറ്റ്ലി ബേൺഡ് ഔട്ട് ഫ്രം ദിസ് വേൾഡ്, ഇറ്റ് നോട്ട് ഇറ്റ് നോവെയർ. വേദപുസ്തകം എന്ന് പറയുന്ന സാധനം ഈ ഭൂമി കാണില്ല എന്ന് പറഞ്ഞ വോൾട്ടയർ അദ്ദേഹത്തിന് വീട് തന്നെ ഇപ്പോൾ ബൈബിൾ സൊസൈറ്റി എടുത്തിട്ട് ആ ബൈബിൾ സൊസൈറ്റിയുടെ വിൽപ്പന വേദപുസ്തകം വയ്ക്കുന്ന സ്ഥലമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എങ്ങനെയല്ലേ? മറ്റുള്ളവരൊക്കെ നമുക്കറിയാം, അല്ലയോ നസ്രായ നീ ഇതിനെ വിജയിച്ചിരിക്കുന്നതെന്ന് നെപ്പോളിയൻ വിളിച്ച് പറയേണ്ടതായിട്ട് വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും സംശയമൊന്നും വേണ്ട. ജീസസ് ഇസ് അലൈവ്. അവിടെ ജീവിച്ചിരിക്കുന്നു, സത്യമായിട്ടും ആണ് ജീവിച്ചിരിക്കുന്നത്. അനുഭവം ധാരാളം ആൾക്കാർക്കൊണ്ട് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നും ഉണ്ടായി. ഇപ്പോൾ പുനരുത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഉയർപ്പ് ഞായറാഴ്ച ചിന്തിക്കുമ്പോൾ നമ്മൾ ഈശോ ഉത്ഥാനം ചെയ്തുള്ള സത്യം ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ആ ഈശോയെ ഉള്ളിൽ കൊണ്ട് സ്വീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൂടെ അങ്ങ് പോരും. നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ധൈര്യമായി ഒന്നിനെയും പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടി, ഒന്നിനെയും ഭയപ്പെടേണ്ട, മരണത്തെയും പേടിക്കേണ്ട. കർത്താവിൻ്റെ കരങ്ങളിലാണ് നാം. അപ്പോൾ ഈശോ മിശിഹായുടെ കരങ്ങളായിരിക്കും നമ്മൾ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്.
അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് സഭ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, രണ്ട് വചനഭാഗങ്ങളൊന്നും. അപ്പോൾ ആദ്യമേ പഠിപ്പിക്കുന്ന കാര്യം യേശയ്യായുടെ പുസ്തകത്തിൻ്റെ 60 അധ്യായം എന്താണെന്നറിയോ? കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ബാബിലോൺ അടിമത്തത്തിൽ കിടന്ന് ഞെരുവിളി കൊണ്ട് 50 വർഷം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് ശിക്ഷണമായിരുന്നു. ആ ശിക്ഷണത്തിൽ നിന്ന് ആ പീഡകൾ സഹിച്ചിട്ട് മോചിപ്പിക്കാൻ വേണ്ടി തിരിച്ചു വിളിക്കാൻ പോവുക. ആ തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ പീഡനങ്ങളും നിന്റെ വചനങ്ങളും നിന്റെ സഹനങ്ങളും മരണം കഴിയുമ്പോൾ ഒരു ഉത്ഥാനമുണ്ടെന്ന് പഠിപ്പിക്കുക. എന്നാ പറഞ്ഞാൽ ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കും. ആരാ നിന്റെ പ്രകാശം? നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ, നീ ഊതിക്കെടുത്തി കളഞ്ഞ ദൈവത്തിൻ്റെ കൃപയാണ് നിന്റെ പ്രകാശം. നിന്റെ പ്രകാശം വന്നു ചേർന്നിട്ട് കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്റെ മേൽ ദൃശ്യമാവുകയും ചെയ്യും. പ്രവചനം ഇതെന്നാ? ഏശയ്യ 3-ാം ഏശയ്യാണ്. ഏശയ്യമാർ 3 പേരുണ്ടല്ലോ. 3-ാമത്തെ ഏശയ്യ പറഞ്ഞു. ഇവരുടെ 2-ാമത്തെ വരം അവർ ബാബിലോൺ അടിമത്തിൽ നബിചന്ദ്രനത്തിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്നതിൻ്റെ ഘട്ടങ്ങളിൽ അവരോട് പറയുക, ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇതാണ് ആ പ്രവചനം എന്ന് പറയും. അപ്പം അതുകൊണ്ട് ജീവിതത്തിലെ പ്രത്യാശയുടെ അടിസ്ഥാനം ഈശോയുടെ ഉത്ഥാനമാണ്. ഏത് പീഡനങ്ങളും മരണങ്ങളും രോഗങ്ങളും വളരെ മാരകമായ രോഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന എന്തുമാത്രം കേസുകളുണ്ടായി. കാർലോ അക്കീറ്റസ് എന്ന് പറയുന്ന കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ പിള്ളേർക്കാരൊക്കെ വിശുദ്ധനെ, അത് എന്ത് കൊച്ചു പ്രായത്തിൽ തന്നെ അവളെ കൊണ്ട് ക്യാൻസർ രോഗിയായിട്ട് മരിക്കാൻ എങ്ങനെയാണ് മരിച്ചത്? അത് ദീപികാരൻ്റെ ഈശോയിൽ കർത്താവിനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അങ്ങ് ഈശോയിൽ വിലയം പ്രാപിക്കുക ചെയ്തേ. അതുകൊണ്ട് ആ ജീവിതങ്ങളൊന്നും അസാധാരണമൊന്നുമല്ല. ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. കർത്താവിനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പോകുന്നവർക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെയുണ്ട്. ദൂരെയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈശോയുടെ ഉത്ഥാനത്തിൽ ഒന്ന് വിശ്വസിക്കുന്നവൻ്റെ ഗുണം എന്താണെന്നറിയാമോ? അവന് പൂർണ്ണമായിട്ടും കോൺഫിഡൻ്റ് ആയിരിക്കും. അവനാരെയും ഭയമുണ്ടായില്ല. അവൻ്റെ ജീവിതം താങ്ങാൻ ആൾ കൂടിയുണ്ടെന്ന് അവനറിയാം. അവൻ്റെ മനസ്സിന് അനാവശ്യമായ ഭീതി ഉണ്ടാവില്ല. അവന് വിഷാദം എന്ന് പറയുന്ന അലട്ടില്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഉണ്ടായില്ല. അവൻ്റെ മനസ്സിൻ്റെ സംഘർഷം എന്ന് പറയുന്ന അയവുണ്ടാവും. കാരണം കൂടെയുള്ളവൻ അതെല്ലാം അങ്ങ് ഏറ്റെടുക്കും. അധ്വാനിക്കുന്നതിനും പാരം ചുമക്കുന്നതും എൻ്റെ പക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയും. എൻ്റെ ആശ്വാസം അവൻ്റെ ഹൃദയത്തിലെപ്പോൾ ചുരിഞ്ഞുകൊണ്ടിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ധരിക്കേണ്ട ഒരു കാര്യം. അതൊരു ഉയർപ്പ് ഞായറാഴ്ച വെറുതെ ആചരിച്ചാൽ മാത്രം പോരാ, അത് ഹൃദയത്തെ സ്വാധീനിക്കുകയും ജീവിതത്തെ സ്വാധീനിക്കുകയും വേണം. അത്യാവശ്യം മക്കളെ അത് പഠിപ്പിക്കുകയും വേണം. അതായത് കണ്ണുകൊണ്ട് കാണാത്ത യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ പാടില്ലാത്തൊന്നും ഇല്ലെന്നാരും ധരിക്കരുത്. പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഓർത്ത് നോക്കണം. കണ്ണുകൊണ്ട് കാണാം. ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പ തന്നെ കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് പഠിപ്പിക്കുന്നത് കാണുന്നത് അന്ന് നിങ്ങൾ കേട്ടായിരുന്നു. പഠിപ്പിക്കുന്ന കാണാൻ മേലാത്ത വസ്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലേ? കറണ്ടില്ലേ? ഇത് കാണാമോ? കാണാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ അതൊന്ന് തൊട്ട് നോക്കിയാൽ മതി, കറണ്ട് അടിക്കുമല്ലോ എന്നറിയാം. കാണാൻ പാടില്ലല്ലോ. അതുപോലെ ഒത്തിരി അദൃശ്യമായ ശക്തികളും കരങ്ങളും ഒക്കെ ഉണ്ട്. ദൈവാത്മാവും അദൃശ്യമായ ശക്തിയാണ്. അത് ഈശോയുടെ ആത്മാവാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ആത്മാവാകുന്നു. ആത്മാവാകുന്ന കർത്താവിൽ നാം ജീവിക്കണം. അപ്പോൾ സ്വന്തം പഠിപ്പിക്കുന്ന അങ്ങനെ. അത് കഴിഞ്ഞ് 2-ാമത്തെ വായനയിലേക്ക് വരുമ്പോഴും നമ്മളെ സഭ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിനത്തിൽ എസെക്കിയേൽ പുസ്തകത്തിന് 37 അധ്യായം എടുത്ത് നോക്കാനാണ് പറയുന്നത്. 37 അധ്യായം എന്താ? ആ മനുഷ്യപുത്രൻ, അതായത് മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഈ പ്രവാചകൻ തന്നെക്കുറിച്ച് തന്നെ, മനുഷ്യപുത്രനെ കൊണ്ടുപോയി ഈ വലിയൊരു മലയുടെ അടിവാരത്തിൽ കൊണ്ട് നിർത്തി അസ്ഥിക്കുമ്പാരങ്ങൾ സമീപത്ത് കൊണ്ട് നിർത്തിയിട്ട് തമ്പുരാൻ ചോദിക്കുക, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? അദ്ദേഹം നോക്കിയിട്ട് ആ പല പരിഭ്രാന്തരായി. അസ്ഥി കൂമ്പാരമായിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, യോ അങ്ങേക്കറിയാമല്ലോ, എനിക്കറിയത്തില്ല. ശരി, നീ വചനം പ്രഘോഷിക്കാൻ പറയും. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു. അപ്പം സാവധാനം അവിടെ ഇവിടെ അനങ്ങാൻ തുടങ്ങി. പതുക്കെ അനങ്ങി. എന്താ സംഭവിച്ചേ? ആ അനക്കത്തിലൂടെ ആ ജീവിതത്തിൽ ആ കാണുന്ന അസ്ഥിക്കുമ്പാരങ്ങൾ ഒരു സൈന്യ നിര പോലെ എണീറ്റ് വന്ന് അവർക്ക് പേശികളുണ്ടായി, അവിടുത്തെ ആ നാടികളുണ്ടായി, അവിടെ മാംസം വെച്ച് പിടിപ്പിക്കട്ടു, തൊലിയുണ്ടായി. വീണ്ടും പ്രവചിക്കാൻ പറയും. അപ്പോൾ ജീവശ്വാസം അവരിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവർക്കൊരു സൈനിക നിരന്നതോടെ എഴുന്നേറ്റു. ജീവദായകമായ ആത്മാവ് അവരിലേക്ക് കടന്നു ചെന്നു. കണ്ടോ? ഇതാണ് ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക പ്രവാചകനെ. ആത്മാവ് നഷ്ടപ്പെട്ട ജനം അസ്ഥിക്കുമ്പാരം പോലെയാകും, നിർജീവൻ. ആത്മാവ് കടന്നു വരുമ്പോൾ എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒന്നുചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഈശോമിശിഹായുടെ ഉത്ഥിതനായ നാഥൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആന്തരിക ഭാവങ്ങളും മുഴുവൻ തറകുടഞ്ഞെണീറ്റ് അത് പ്രവർത്തനനിരതമാകുന്നു. ഒരിക്കൽ പോലും തളരില്ല, പുറകോട്ട് പോവില്ല. പലപ്പാക്കാർ ജീവിതത്തിൽ മുഴുവൻ അപ്പടി ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മനസ്സിന് മുഴുവൻ ഭയങ്കര എന്താ സംഭവിക്കുന്നത്, തളർച്ചയാണെന്നൊക്കെ പറയുന്നില്ലേ. ആ മനുഷ്യൻ അരമണിക്കൂർ ഈശോയുടെ മുമ്പിൽ പോയിരിക്കട്ടെ, ദിവ്യകാരണത്തിന് മുമ്പിൽ പോയിരിക്കട്ടെ, അല്ലെങ്കിൽ വചനത്തിന് മുമ്പിൽ പോയിരിക്കട്ടെ, വചനം ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് കണ്ണടച്ചിരിക്കട്ടെ, കർത്താവ് കടന്നു വരുന്ന കാണാം, ഉണർന്നെണീക്കുന്ന കാണാനായിട്ട് സാധിക്കും.
ഇതുപോലെ തന്നെയല്ലേ ഹന്നായുടെ കീർത്തനങ്ങളിലെ എന്ത് കണ്ടാ പറഞ്ഞ ഏലി പ്രവാചകൻ എന്ന് പറഞ്ഞ് ഏലി പുരോഹിതൻ പറയുന്നത് എന്താ കള്ളു കുടിച്ചാണോ ഈ വന്നിരിക്കുന്ന ദേവാലയത്തിൽ? അല്ലല്ല, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഞാൻ ചുരുക്കുക എന്ന് പറഞ്ഞാൽ അവസാനം സംഭവിക്കുക സാമുവേൽ ഞാൻ ചോദിച്ചു വാങ്ങിയ ഒരു കുട്ടിയെ ഉണ്ടായിക്കൊണ്ട് അതിനെ സമർപ്പിച്ചു പറഞ്ഞ പ്രാർത്ഥനയാണ്. മാതാവ് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായം എടുത്ത് പറഞ്ഞ മഗ്നിഫിക്കാത്ത് പറയുന്ന ഞാൻ എന്നാഥനെ വാഴ്ത്തുന്നു മോദം കൊണ്ട് പുകഴ്ത്തുന്നു പറയുന്ന മനോഹരമായ ഗീതം. ഇതെല്ലാം പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് അപ്പോസ്തലൻ റോമാക്കർ ലേഖനത്തിൽ വീണ്ടും പറയുകയാണ്. അതായത് വളരെ ഭംഗിയായ രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോസ്തലൻ. കൊറിന്തോസ്യർക്കെതിരെ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ ആദ്യം തൊട്ടുള്ള ഭാഗം സഭയുടെ വിശ്വാസത്തിനെ അടിത്തറയായിട്ട് പറയുന്നു. വളരെ മനോഹരമായ രീതിയിൽ പറയാം. അതായത് എന്നാ പറയുന്നത്, വളരെ ഭംഗിയായിട്ട് അപ്പോസ്തലൻ പറയുക, ഇനി ഒരു കാര്യം ചെയ്യും, ഞാൻ സ്വീകരിച്ചതും നിങ്ങൾ കൈമാറിയുമായ കാര്യം ഇതാണ്. അതെന്താണ്? കർത്താവ് യേശു മിശിഹ എഴുതപ്പെട്ടതുപോലെ പാപത്തിന് പരിഹാരമായി മരിക്കുകയും എഴുതപ്പെട്ടതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും മറ്റ് 12 പേർക്കും പ്രത്യക്ഷനായി. 15-ാം അധ്യായം കൊറിന്തോസ്യർ 1-ാം ലേഖനം. അവൻ പിന്നീട് 500 പേർക്ക് പ്രത്യക്ഷനായി. കേപ്പായ്ക്കും 12 പേർക്കും 500 പേർക്കും പിന്നെ പറയാം അകാലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ എന്തായിരിക്കുന്നതോ ദൈവകൃപയാണ്. അപ്പം കൃപയുണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഞാൻ എന്തായിരിക്കുന്നതോ ദൈവകൃപയാണ്. എന്നിട്ട് അപ്പോസ്തലൻ നമ്മൾ ക്ലിയറായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. പലരും ചോദിക്കേണ്ട ഉത്ഥാന ചെയ്ത ശരീരം എങ്ങനെയിരിക്കുമെന്ന്. അപ്പോസ്തലൻ മറുപടി പറയുക, പലതരത്തിലുള്ള ശരീരങ്ങളുണ്ട്. ചന്ദ്രൻ്റെ ശരീരമുണ്ട്, സൂര്യൻ്റെ ശരീരമുണ്ട്, അതുപോലെ മൃഗങ്ങളുടെ ശരീരമുണ്ട്, മനുഷ്യൻ്റെ ശരീരമുണ്ട് എന്ന് പറഞ്ഞ പോലെ ആത്മീയ ശരീരമുണ്ട്, തേജസ്സുള്ള ശരീരമുണ്ട്. പയറുപണി നിലത്ത് വീണാൽ അത് മുളയ്ക്കും, അത് വളരുന്ന ചെടിയായിട്ട് തരും. ചെടിയുടെ ശരീരവും പയറിൻ്റെ ശരീരവും രണ്ടും രണ്ടല്ലേ. പക്ഷേ പയർ വിത്തിൽ നിന്നാണ് ചെടി ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്ലോറിഫൈഡ് ബോഡിയായിട്ട് രൂപാന്തരപ്പെടും. അതാണ് ഉത്ഥാനം എന്ന് പറയുന്നത്. നിൻ്റെ ഉത്ഥാനം തന്നെ, നീ രൂപാന്തരപ്പെടും, കർത്താവിലേക്ക് രൂപാന്തരപ്പെടും. ഒരു സംശയമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. എന്തെല്ലാം ശക്തി വിശേഷങ്ങൾ കൂടിയുണ്ട് രൂപാന്തരപ്പെടുന്ന രീതി. പക്ഷേ ഒരിക്കൽ വലിയ ഒരു ശാസ്ത്രജ്ഞന്, നമുക്കറിയാം കാരണം വൈദ്യുതിയെ കണ്ടുപിടിക്കുക ആ ശാസ്ത്രജ്ഞന് വലിയ ഭക്തനായ ആളായിരുന്നു. അദ്ദേഹം എന്തായത്, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായ സയൻറ്റിസ്റ്റ് പറഞ്ഞു, ഈ എന്താ മണ്ടത്തിനും പറയുന്നത്, ഈ മനുഷ്യരെല്ലാം ഉത്ഥാനം ചെയ്യാൻ പറ്റുമോ? പൗലോസ്ലീഹ പഠിപ്പിച്ചു, ഈശോ ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഉയർത്താം. ഈശോ ഉത്ഥാനം ചെയ്തുവെങ്കിൽ നാമുമില്ല ഉത്ഥാനം ചെയ്യും. അത് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചെറുപ്പക്കാരനായ ശാസ്ത്രജ്ഞൻ സമ്മതിച്ചില്ല. അതെന്താ ചെയ്ത്, അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, അകത്ത് എന്നിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് നിറച്ച് ഇരുമ്പ് പൊടിയെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു ആ മുറ്റത്തുകൊണ്ട് വിതറാൻ പറയും. വിതറി കംപ്ലീറ്റ് വിതറി കഴിഞ്ഞാൽ കുറേ കഴിയാൻ പറയും, അതൊന്ന് പെറുകിയെടുത്തുകൊണ്ട് വരാൻ പറയും. വൈദ്യുതി കണ്ടുപിടിച്ച ആ വലിയ ശാസ്ത്രജ്ഞനെ ഞാൻ പറഞ്ഞതെങ്ങനെ പറ്റുന്ന, ഇറ്റ്സ് ഇമ്പോസിബിൾ. ആ പൊടി അങ്ങനെ കണ്ടുപിടിക്കാണ്ട് എങ്ങനെ? അദ്ദേഹം എന്താ ചെയ്യുന്നു, അകത്ത് ചെന്നിട്ട് ഒരു കാന്തത്തിൻ്റെ ദണ്ണെടുത്തുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ആ പൊടിയുടെ മുകളിൽ കൂടെ കാന്തൻ്റെ ദണ്ണം കൂടെ പോയപ്പോൾ അടിയിൽ കിടന്നിരുന്ന ആ ഇരുമ്പ് പൊടികൾ മുഴുവൻ പറന്ന് കാന്തത്തെ വന്നു. അപ്പോഴേ ഇതൊക്കെ തിരിച്ചു വരില്ല എന്ന് വിചാരിക്കുന്ന രൂപം കണ്ട വന്നത്. ഇത് ഭൗതികമായ ശക്തിയാണ്, മറ്റേത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. കർത്താവിൻ്റെ ആത്മാവ് കടന്നു വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഉത്ഥാനം ചെയ്യും. ഈശോയുടെ ആത്മാവ് കടന്നു വരുമ്പോൾ നമ്മൾ ഉത്ഥാനം ചെയ്യും. പിതാവിൻ്റെ ആത്മാവാണ് പുത്രനെ ഉയർപ്പിക്കും. അപ്പം അതുകൊണ്ട് അത് പുനരുത്ഥാനം എന്ന് പറയുന്നത് ആരില്ല എന്നാരും വിചാരിക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായം ഉത്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്ട് ആ സ്ത്രീകൾ അവിടെ ചെന്ന് നോക്കി, എന്താ പതിവ് പോലെ ആ കുരിഞ്ഞോട്ടുന്ന സ്ത്രീകൾ പോയില്ല കേട്ടോ. ഗലീലയിൽ നിന്ന് വന്നവരാണ്, അവർ പോയില്ല. അവർ പിറ്റേ ദിവസം അവിടെ വിഷുവിട്ട് കിടന്ന് ഉറങ്ങി. കാരണം സാവത്ത് ദിനമാണ്, ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അതിനുശേഷം അവർ വീണ്ടും പെട്ടെന്ന് ഞായറാഴ്ച വന്നപ്പോഴേ അവർ പോയി. തോന്നലുകൾ കൊണ്ടാണ് പോയേ. അങ്ങ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്ലുരുട്ടി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരു മാലാഖയാണ് ഉരുട്ടി മാറ്റി എന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവിടൊന്നുമില്ല. മാലാഖ പറഞ്ഞു, നിങ്ങളാരെയും അന്വേഷിക്കുന്നത്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ചെന്ന് നിൻ്റെ ശിഷ്യന്മാരോട് പറ അവൻ ഗലീലിലേക്ക് പോകുന്നു ചെന്ന് പറയാനും പറഞ്ഞു. അവർ ഓടിച്ചെന്ന് ചെന്ന് പറഞ്ഞു, 10 ദിവസം മതി എന്ന് പറഞ്ഞു. 10 ദിവസം ഓടി വന്നു. മുമ്പിലോടി യോഹന്നാൻ ആദ്യം വന്നെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തു 10 ദിവസം വേണ്ടി. ഉണ്ടോ 10 ദിവസത്തിൻ്റെ പ്രാമുഖ്യം? 10 ദിവസം അകത്ത് കയറി കഴിയുമ്പോൾ സത്യമാണെന്ന് മനസ്സിലാക്കി നോക്കിക്കേ സംഭവം. അപ്പോൾ ആ ശൂന്യമായ കല്ലറ, ആ കാലഘട്ടത്തിൽ അപ്പസ്തോലന്മാരെ സുവിശേഷകരും അത് വിശദീകരിക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല. ഈശോ ഉത്ഥാനം ചെയ്തതിന് തെളിവ് കൊണ്ടുവരാൻ അവർ താല്പര്യപ്പെട്ടില്ല. അവർ താല്പര്യപ്പെട്ടവർ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസം അത് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു. അതവർ പ്രഖ്യാപിച്ചു.
കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പല പ്രത്യക്ഷീകരണങ്ങളുണ്ടായി. എന്താ ഒന്നാം പ്രത്യക്ഷീകരണം? തൈബേരിയസ് കടൽ തീരത്ത് കുറച്ച് കഴിയുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഡിപ്രഷൻ വന്നു ഭാവിച്ചു. അവരെന്നായാലും ഇത്രയും നാളും കടന്നിട്ട് ഈ പറയുന്ന പുനരുത്ഥാനത്തിൻ്റെ കരുത്ത് അങ്ങോട്ട് കടന്നു വന്നില്ല. പുനരുത്ഥാനത്തിൻ്റെ കരുത്ത് കടന്നു വരണമെങ്കിൽ പരിശുദ്ധാത്മ കടന്നു വരണം. അത് വരുന്നതിനുള്ള അവസ്ഥയിൽ അദ്ദേഹം അവർ നിരാശരായി ഒരുമാതിരി വിഷമിച്ച് കഴിഞ്ഞ പത്തോളം ഞാനേ മീൻ പിടിക്കാൻ പോകാം. അപ്പം നമ്മുടെ പിതാവ് ഉൾപ്പെടെയുള്ള 6 പേര്, അവർ 6-7 പേരും നേരെ സപ്തയുക്തന്മാർ ഉൾപ്പെടെ അവർ മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ വെളുക്കുന്നവരെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ തീരത്ത്, കടൽ തീരത്ത് ഒരാൾ നിൽക്കുന്നു. കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത് ഈശോ അമ്മയായിട്ട് അവതരിക്കുന്നതാണല്ലോ. അമ്മയായിട്ട് അവതരിക്കുന്നതല്ലേ. കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്ന ആരും അമ്മയല്ലേ. മക്കൾക്ക് ഒന്നും കിട്ടിയില്ല. വലത്തോട്ട് മാറ്റി വല വീശി വലിച്ചു കയറ്റാൻ നിവൃത്തിയില്ല. 153 തരത്തിലുള്ള മീൻ അതിനകത്ത് കയറി. അത് നമുക്കറിയാം. അത് കഴിഞ്ഞ് വലം കൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോണ്ടല്ലോ കർത്താവ് കനലുമായിട്ട് വെച്ച മീനും വെച്ചുകൊണ്ട് അവിടെയൊക്കെ പ്രഭാത ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ പിടിച്ച മത്സ്യത്തിൻ്റെ കുറേ പാമ്പ് കൊണ്ടുവരാൻ പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനം കൂടി വേണം. നോക്കിക്കേ, കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം കണ്ടില്ലേ? എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടില്ലേ? 40 ദിവസം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ബെഥാനിയായിൽ നിന്ന് മുകളിലേക്ക് പോയത്. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമയമായി, അതുകൊണ്ട് പോകുകയും സുവിശേഷം അറിയിക്കുകയും. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർപ്പ് ഞായർ എന്ന് പറയുന്ന സംഗതി നിസാര കാര്യമൊന്നുമല്ല. അപ്പോൾ ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തി. കർത്താവ് സത്യമായിട്ടും ഉത്ഥാനം ചെയ്തു എന്ന സത്യം നാം ഇന്ന് പ്രഘോഷിക്കുകയാണ്. അപ്പോൾ ഈശോ മിശിഹായുടെ ആ പുനരുത്ഥാനത്തിൻ്റെ കരുത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ അടിത്തറ അപ്പസ്തോലൻ പറഞ്ഞതുപോലെ നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിന്മേലാണ് ഭവനം ഒന്നാകെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ആ അടിത്തറയാണ് അപ്പസ്തോലൻ പറഞ്ഞത്. കർത്താവ് സത്യമായിട്ടും പാപത്തിന് പരിഹാരമായിട്ടും മരിക്കും. എഴുതപ്പെട്ടതുപോലെ മരിച്ചെന്ന് പറയും. എഴുതപ്പെട്ടത് എവിടെയാ? 51 ചെയ്യുക പറഞ്ഞില്ലേ? എഴുതപ്പെട്ടത് എവിടെയാ? നിന്റെ പാപപരിഹാരം വെടിയായി തന്നെ നൽകി. പിന്നെ എഴുതപ്പെട്ടതുപോലെ ഉയർത്തെഴുന്നേറ്റ്. അതെവിടെയാ? ഹോസിയയുടെ പുസ്തകത്തിന് 6-2 വാക്യം 3-ാം ദിവസം അവൻ ജീവൻ നൽകുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എഴുതപ്പെട്ടതുപോലെ എഴുന്നേറ്റും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മുടെ അപ്പന് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാരെ അകത്തിരുന്നപ്പോൾ അങ്ങോട്ട് കയറാൻ നിവൃത്തിയില്ലാതിരുന്നിടത്ത് കർത്താവ് അങ്ങോട്ട് കഥവ് തുറക്കാതെ അകത്ത് കയറി ചെന്നു. തോമസിൻ്റെ കൂടെ ഇല്ലായിരുന്നു. അത് വിശദീകരിച്ച് നമുക്കറിയാൻ സംഭവം എന്താ? നമുക്ക് പിറ്റേ ഞായറാഴ്ച വരാൻ പോകുന്ന സംഗതിയാണ്. കർത്താവ് വീണ്ടും തോമായ്ക്ക് വേണ്ടി മാത്രം ചെന്നുകൊണ്ട് നീ എണീറ്റ് വരാൻ പോകും. എൻ്റെ ചെറുവരിലൂടെ കൊണ്ടുവരും. നീ വിശ്വാസിയായിരിക്കും. കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിലത്ത് വീണുക. നമ്മൾ ഏറ്റുപറയേണ്ട ആ ഒരു കാര്യമാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതുകൊണ്ട് ഉയർപ്പ് ഞായറാഴ്ച ഹൃദയം കൊണ്ട് പറയുകയും, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഉത്തിതനായ നാഥൻ നമ്മുടെ കൂടെ അങ്ങ് വരട്ടെ, കുടുംബത്തിലേക്ക് വരട്ടെ, നമ്മുടെ എല്ലാ രോഗങ്ങളിലും വേദനകളിലും നമ്മൾ കടന്നു വരട്ടെ. നമ്മുടെ ഭാരങ്ങൾ അവിടുത്തെ കയ്യിലേക്ക് കൊടുക്കുകയും ജീവിക്കുന്നതിനായ ദൈവം നമ്മൾ മുമ്പോട്ട് നയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം, നീതിസൂര്യൻ്റെ, ഉദയസൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ. ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലെ ഐശ്വര്യമായിട്ട് മാറട്ടെ. കർത്താവ് ഈശോയുടെ കൃപയും പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും പിതാവിൻ്റെ സുവാസം ഉണ്ടായി ഇപ്പോഴേക്കും. ആമേൻ.